വാർത്തകളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഷീജയുടെ ഫ്രെയിം ശ്രദ്ധിക്കുകയായിരുന്നു. സാധാരണ ഫ്രെയിമിൽ വന്ന് നിൽക്കുമ്പോൾ നല്ല വെളിച്ചം കാണാം, പക്ഷേ ഇരുണ്ട് മൂടി കിടക്കുന്നു. മഴയാണോ പ്രശ്നം ഷീജ? തീർച്ചയായും വിനിഷ, ഏതായാലും കാലാവസ്ഥ മോശമായി തന്നെ തുടരുന്നൊരു സമയം തന്നെയാണ്. പ്രത്യേകിച്ചും സംസ്ഥാനത്ത് ഈ വരും ദിവസങ്ങളിലും മഴ ആ രീതിയിൽ തന്നെ തുടരാനുള്ളൊരു സാധ്യതയാണ് പ്രധാനമായും പറയുന്നത്. ഒരു ചുഴലിക്കാറ്റിൻ്റെ സ്വാധീനം അത് കേരളത്തെ കൂടി ബാധിക്കുന്ന തരത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 6 ജില്ലകളിൽ നിലവിൽ ഇന്ന് യെല്ലോ അലേർട്ട് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ തിരുവനന്തപുരത്ത് ഓറഞ്ച് അലേർട്ട്, അതായത് ഈ 7 മണി മുതൽ 10 മണി വരെ ഓറഞ്ച് അലേർട്ട് നിലവിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനുശേഷം അതിൽ മാറ്റം വരുന്നതായിരിക്കും. കാരണം തിരുവനന്തപുരം ജില്ലയിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി മുതൽ ഇന്ന് പുലർച്ചെ വരെയും ഏകദേശം ഒരു 6 മണി വരെയും അതിശക്തമായിട്ടുള്ള മഴയാണ് തിരുവനന്തപുരം നഗരത്തിലും അതോടൊപ്പം തന്നെ മലയോര മേഖലയിലും അടക്കം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ 3 മണിക്കൂർ സമയത്തേക്ക് ഓറഞ്ച് അലേർട്ട് കൂടി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ഘട്ടമാണ്. അതിനൊപ്പം തന്നെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത് കാറ്റിൻ്റെ വേഗത കൂടി നിൽക്കുന്ന ഒരു പശ്ചാത്തലമാണ്. അതിന് ഒരു കാരണമെന്ന് പറയുന്നത് ഈ ന്യൂനമർദ്ദവും ചുഴലിക്കാറ്റിൻ്റെയും ഒക്കെ സ്വാധീനം തന്നെയാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾ അതീവ ജാഗ്രത പുലർത്തേണ്ടതാണ്. അവർക്കുള്ള നിയന്ത്രണം, അതായത് കടലിൽ പോകരുത് എന്നുള്ള നിർദ്ദേശം അത് തുടരുന്നതാണ്. കേരള തീരത്ത് ആരും തന്നെ മത്സ്യബന്ധനത്തിന് ഇറങ്ങരുത് എന്നുള്ളൊരു നിർദ്ദേശം തന്നെയാണുള്ളത്. ഒപ്പം തന്നെ ജനങ്ങളും ജാഗ്രത പാലിക്കണം. കാരണം ഇടിമിന്നലോടുകൂടിയ മഴ രാവിലെ മുതൽ തന്നെ ഇപ്പോൾ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. അപ്പോൾ ജനങ്ങൾ ആ രീതിയിലുള്ള ജാഗ്രതയൊക്കെ പാലിച്ചു വേണം എവിടേക്ക് ഇറങ്ങിയാലും പോകേണ്ടത് എന്നുള്ളതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നത്. വിനിഷ.